നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രമേഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ കൂടുന്നു. അത് പുറത്തേക്ക് കളയാൻ ശരീരത്തിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ, മൂത്രത്തിൽ കൂടെ. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ശരീരം മൂത്രത്തിൽ കൂടെ അത് പുറത്ത് കളയാൻ തുടങ്ങുന്നു. കൂടുതൽ ഷുഗർ കൂടുന്തോറും ധാരാളം മൂത്രം ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾക്ക് കൂടെ കൂടെ ബാത്റൂമിൽ പോകേണ്ടതായിട്ട് വരുന്നു. കൂടുതൽ വോള്യം നമ്മൾ മൂത്രം ഒഴിക്കുന്നതായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് നിർജ്ജലീകരണം വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ദാഹമുണ്ടാകും. നമ്മൾ കൂടെ കൂടെ വെള്ളം കുടിക്കുന്ന അവസ്ഥ വരും. അത് കൂടാതെ നമ്മുടെ ബ്ലഡ് ഷുഗർ 250 മുകളിലാണെങ്കിൽ നമ്മളുടെ പ്രതിരോധശേഷി കുറവായിരിക്കും. പ്രതിരോധശേഷി കുറവാണെങ്കിൽ നമ്മൾക്ക് കൂടെ കൂടെ ഇൻഫെക്ഷൻ വരാനായിട്ട് തുടങ്ങും. പ്രത്യേകിച്ച് നമ്മളുടെ മൂത്രാശയത്തിൽ ഇൻഫെക്ഷൻ വരാം. എപ്പോഴും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവർ എന്തായാലും പോയി ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. ഇത് കൂടാതെ നമ്മളുടെ ബാഹ്യ ജനനേന്ദ്രിയങ്ങളിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ ചൊറിച്ചിലും പുകച്ചിലും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ ന്യൂമോണിയ പോലുള്ള രോഗങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കൂടാതെ വരുന്ന ലക്ഷണമാണ് കണ്ണിൻ്റെ കാഴ്ച മങ്ങുക എന്നുള്ളത്. നമ്മളുടെ ലെൻസ് ഫ്ലൂയിഡൊക്കെ സംഭരിച്ച് വയ്ക്കുന്ന സ്ട്രക്ചറാണ്. അതുകൊണ്ട് നമ്മളുടെ ബ്ലഡ് ഷുഗറിൽ വേരിയേഷൻ വരികയാണെങ്കിൽ ലെൻസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ കാഴ്ചയ്ക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ മങ്ങൽ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി കണ്ണട ചേഞ്ച് ചെയ്യരുത്. നമ്മളുടെ ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ കണ്ണട ചേഞ്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ ഷുഗറിൻ്റെ ലക്ഷണങ്ങളാണ് കൂടെ കൂടെ ബാത്റൂമിൽ പോകുന്നത്, കൂടെ കൂടെ ദാഹിക്കുന്നത്, കൂടുതൽ യൂറിൻ പോകുമ്പോഴേക്കും നമ്മളുടെ വെയിറ്റ് കുറയാൻ തുടങ്ങും, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നത്, ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വന്നു പോകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഷുഗർ ചികിത്സിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കോംപ്ലിക്കേഷനായിട്ട് എന്ത് പറ്റും എന്നതിനെ പറ്റിയാണ്. അത് നമ്മൾക്ക് ഏത് ഡയബറ്റിസ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾക്കിപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് ആണ്, നമ്മൾക്ക് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം. നമ്മൾക്ക് ടൈപ്പ് 1 ഡയബറ്റിസ് ആണ്, ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ്, ചെറുകുടലിൽ നിന്ന് വരുന്ന ബ്ലഡ് ഗ്ലൂക്കോസ്, രക്തത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മളുടെ കോശങ്ങളിലേക്ക് പോകില്ല. അതുകൊണ്ട് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ലിവറിൽ നിന്നുള്ള ഗ്ലൂക്കോസ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ റിലീസ് കൺട്രോൾ ചെയ്യാനും ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലില്ല. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ കൂടും. പക്ഷേ ഗ്ലൂക്കോസ് ഇത്രയും കൂടിയിട്ടും കോശങ്ങൾക്ക് ആ ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കോശങ്ങൾക്ക് എനർജി കിട്ടുന്നില്ല. ഗ്ലൂക്കോസ് കോശങ്ങളുടെ അകത്തേക്ക് കയറിയാലേ നമ്മൾക്ക് എനർജി കിട്ടുള്ളൂ. അപ്പോൾ എനർജി കിട്ടിയില്ലെങ്കിൽ കോശങ്ങൾ ഫാറ്റി ആസിഡ്, അതായത് കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങുന്നു. കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് കീറ്റോൺസ് എന്ന് പറയുന്നത്. കീറ്റോൺസ് ഇൻസുലിൻ ഇല്ലെങ്കിൽ ശരീരത്തിന് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കീറ്റോണിൻ്റെ അളവും വല്ലാതെ കൂടുന്നു. കീറ്റോൺസ് എന്ന് വെച്ചാൽ ആസിഡാണ്. അത് ബ്ലഡിൻ്റെ pH കുറയ്ക്കുന്നു, ബ്ലഡും ആസിഡിക് ആവുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നാണ് പറയുന്നത്. ഇത് വളരെയധികം മാരകമായ അവസ്ഥയാണ്. ഇനി ടൈപ്പ് 2 ഡയബറ്റിസ് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് നോക്കാം. നമ്മൾക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഒരു 10-350 വരെ ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് മുന്നോട്ട് പോകും. അതായത് കൂടുതൽ ദാഹം, കൂടുതൽ മൂത്രശങ്ക, യൂറിനറി ഇൻഫെക്ഷൻ, ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ആ അവസ്ഥയിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും കൂടിയ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ ഷുഗർ 450 കൂടാൻ തുടങ്ങും. ഷുഗർ കൂടുമ്പോൾ ഒബ്വിയസ്ലി മൂത്രം കുറേ പോകും, ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കും. പക്ഷേ കീറ്റോൺസ് ഉണ്ടാകുന്നില്ല. കാരണം ടൈപ്പ് 2 ഡയബറ്റീസിൽ ആവശ്യത്തിന് കുറച്ചൊക്കെ ഇൻസുലിൻ നമുക്കുണ്ട്. കീറ്റോൺസ് ഫോം ചെയ്യാൻ മാത്രം ഇൻസുലിൻ ഡെഫിഷ്യൻസി നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇല്ല. നിർജ്ജലീകരണമാണ് ഇതിൽ മെയിനായിട്ട് സംഭവിക്കുന്നത്. ഒരു 9-10 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ കുറവ്, ഡീഹൈഡ്രേഷൻ ഇങ്ങനത്തെ രോഗികൾക്ക് സംഭവിക്കുന്നു. ഇത് പ്രത്യേകിച്ച് കാണുന്നത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ ന്യൂമോണിയോ വരുന്ന ആൾക്കാർക്കും നമ്മൾ ഡയബറ്റീസിൻ്റെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പം ബാക്കി സമ്പ്രദായങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു അവസ്ഥ കാണപ്പെടുന്നത്. ഷുഗർ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ നിർജ്ജലീകരണം കൂടാൻ അത് ഇടയാക്കും. അത് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അഥവാ തിക്നെസ് കൂടും. അപ്പോൾ അത് ക്ലോട്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും. ഇത് കൂടാതെ ബ്ലഡ് ഷുഗർ ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോൾ നമ്മളുടെ ചിന്താശേഷിയെ അത് എഫക്റ്റ് ചെയ്യും. കുറച്ച് കൺഫ്യൂഷൻ വരും. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ മയക്കത്തിലേക്ക് പോകും. അതിനുശേഷം കോമയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ഓസ്മോലാർ ഹൈപ്പർ ഗ്ലൈസീമിക് സ്റ്റേറ്റ് അഥവാ HHS എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കുറേ നാൾ ഷുഗർ ട്രീറ്റ് ചെയ്തില്ല, ഒരു 10-350 അളവിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതായത് ടാർജറ്റ്സിലും കൂടുതലായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഷുഗറിൻ്റെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ
HbA1c 7 താഴെ, ഫാസ്റ്റിംഗ് 130 താഴെ, ഭക്ഷണത്തിന് ശേഷം 180 താഴെ. ഇതിന് മേളിലായിട്ട് ഷുഗർ ഇങ്ങനെ കുറേ നാളായിട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ പല അവയവങ്ങൾക്കും കേടുപറ്റും. കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് കയറുന്നതിന് ഇൻസുലിൻ ആവശ്യമുണ്ട്. പക്ഷേ ഇൻസുലിൻ ഇല്ലാതെയും ഗ്ലൂക്കോസ് കയറാൻ പറ്റുന്ന അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഉദാഹരണത്തിന് ബ്രെയിൻ, റെറ്റിന, കണ്ണിൻ്റെ ലൈറ്റ് വന്ന് വീഴുന്നത് റെറ്റിനയിലാണ്, പിന്നെ നാഡികൾ, പിന്നെ കിഡ്നികൾ. അപ്പം ഈ കോശങ്ങളിലേക്കൊക്കെ ഗ്ലൂക്കോസ് ഇൻസുലിൻ ഇല്ലെങ്കിലും കടന്നു ചെല്ലും. അപ്പോൾ ഗ്ലൂക്കോസ് ചെന്ന് ഈ കോശങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കോശങ്ങളെ വിഷലിപ്തമാക്കാൻ തുടങ്ങും, അതായത് പോയിസൺ ചെയ്യാൻ തുടങ്ങും. പോകെ പോകെ നമ്മൾക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരും, ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങും, യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകാൻ തുടങ്ങും, അൾട്ടിമേറ്റ്ലി ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഡയാലിസിസ് ചെയ്യുന്ന ഒരു 50% രോഗികൾക്കും ഡയബറ്റിസ് കാരണമാണ് ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അടുത്ത പ്രശ്നമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് കണ്ണിൻ്റെ വെളിച്ചം വന്ന് വീഴുന്ന ആ ഒരു പാളിക്കാണ് നമ്മൾക്ക് ഡയബറ്റിസ് കുറേ നാളായിട്ടുണ്ടെങ്കിൽ കേട് പറ്റുന്നത്. അങ്ങനെ കാഴ്ച മങ്ങി കാഴ്ച നശിക്കാൻ ഇടയാവുന്നു. പിന്നെ വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് നാഡികളെ അത് ബാധിക്കും. നാഡികളെ ബാധിക്കുമ്പോൾ നമ്മൾക്ക് പുകച്ചിലും വല്ലാത്ത വേദനയും അവിടുത്തെ സെൻസേഷൻസ് പോകുന്ന ഒരവസ്ഥയും വരുന്നുണ്ട്. ഇതിനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഷുഗർ കുറേ നാളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, സ്ട്രോക്ക് വരാനുള്ള സാധ്യത, കാലിൻ്റെ രക്തധമനികൾക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യത, അതുമൂലം കാല് മുറിച്ചു മാറ്റാനുള്ള സാധ്യത, ഇവയെല്ലാം വളരെ കൂടുതലായിരിക്കും.